അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഞാൻ സ്പോർട്സ് സ്കൂൾ റിലേറ്റഡ് വീഡിയോ ഇട്ടപ്പോൾ അതിനിടയിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളുടെ ഡൗട്ട്സ് ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ഡൗട്ട്സ്, അതായത് എനിക്കിപ്പോൾ അറിയാവുന്ന എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേഷൻ വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ അത്യാവശ്യം ഒരു സ്പോർട്സ് സ്കൂളിലേക്ക് എങ്ങനെ സെലക്ഷൻ നേടാൻ, ട്രയൽസിന് ശേഷം എന്താണ്, സ്പോർട്സ് സ്കൂളിൽ എത്തിയാൽ അവിടെ എൻ്റെ ലൈഫ് എന്തായിരുന്നു, എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കയറി കാണാം കേട്ടോ. ആൻഡ് ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് സ്പോർട്സ് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന ഒരുപാട് ആൾക്കാർ, സെലക്ഷൻ കിട്ടിയവരും ട്രയൽസിന് പോയവരും എന്നോട് ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ട്രയൽസിന് പോയിട്ട് നമ്മൾ ട്രയൽസിനോട് ചെന്ന് കഴിയുമ്പോൾ സെലക്ഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവർ പറയില്ല. നമ്മൾ പിന്നെ വൈകി നമുക്കൊരു ഫോൺ കോൾ വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമുക്ക് സെലക്ഷൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. സോ ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു കറണ്ട് അപ്ഡേഷൻ എൻ്റെ കയ്യിലില്ല. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് കൊറോണയ്ക്ക് ശേഷമുള്ള ഫസ്റ്റ് ബാച്ചിലായിരുന്നു ഞാൻ +1 സ്പോർട്സ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എൻ്റെ ട്രയൽസ് നടന്നത് ഒരു ജൂലൈ 20 ആ ഒരു സമയത്തായിരുന്നു എൻ്റെ ട്രയൽസ് നടന്നത്. അതേപോലെ എൻ്റെ ക്യാമ്പ്, ജീവിരാജിലോട്ടുള്ള എൻ്റെ ക്യാമ്പ് വന്നത് ഒരു 4 ദിവസത്തെ ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിന് എനിക്ക് കോൾ വന്നത് ഒരു 4th 3rd ആ ഒരു സമയത്ത്, ആ ഒരു 4 ദിവസത്തേക്കായിരുന്നു എനിക്ക് ആ ഒരു ക്യാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 2 മാസം ഗ്യാപ്പ്, ഓഗസ്റ്റ് സെപ്റ്റംബർ, അതിനുശേഷം ഒക്ടോബർ 1 തന്നെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 2 മാസം ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊറോണ കഴിഞ്ഞിട്ടുള്ള ബാച്ച് ആയതുകൊണ്ടായിരിക്കണം മേ ബി അത്ര ലേറ്റ് ആയി പോയത്. ഇപ്പൊ ട്രയൽസ് ഒക്കെ ഒട്ടുമിക്ക നടക്കുന്നത് ഒരു ഫെബ്രുവരി മാസം ആയതുകൊണ്ട് തന്നെ ഒരു ഏപ്രിൽ മെയ്യിലൊക്കെ ട്രയൽസ് പ്രതീക്ഷിച്ചു. കാരണം യൂഷ്വലി സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന ജൂണിലായതുകൊണ്ട് തന്നെ മെയ്യിലായിരിക്കും നിങ്ങൾക്ക് അടുത്ത ക്യാമ്പിന് കോൾ വരിക. ക്യാമ്പിന് കോൾ എന്ന് വെച്ചാൽ അവർ നമ്മളെ ഒന്നെങ്കിൽ മെയിൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് വരും, അല്ലെങ്കിൽ അവർ നമ്മളെ ഡയറക്റ്റ് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യും. ഇതുപോലെ ഒരു 4 ദിവസം അല്ലെങ്കിൽ 1 വീക്ക്, ഒരു 2 days to 1 week വരെ പോകുന്ന ക്യാമ്പ് ഒന്നെങ്കിൽ ജീവിരാജ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എവിടെ സായിലാണോ ജീവരാജിലാണോ നിങ്ങൾ എവിടെയാണോ സെലക്ഷൻ ഇറങ്ങിയത് അവരുടെ ഏതെങ്കിലും ഒരു കേരളത്തിലെ ഒരു അതോറിറ്റിയിൽ വെച്ചിട്ടായിരിക്കും ഈ ക്യാമ്പ് വരുന്നത്. അപ്പോൾ അവർ നമുക്ക് നിങ്ങളുടെ ഇവൻ്റ് അനുസരിച്ച് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കയ്യിൽ ക്യാരി ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടാവും. സോ അതനുസരിച്ച് നമുക്ക് ആ കോൾ വരുമ്പോൾ അങ്ങോട്ട് പോയാൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ക്യാമ്പിലേക്ക് കോൾ കിട്ടിയത് കൊണ്ട് മാത്രം നമുക്ക് സെലക്ഷൻ കിട്ടിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ക്യാമ്പിൽ ചെന്ന് അവിടുന്ന് സെലക്ട് ആയാലും മാത്രമേ നമ്മൾ ശരിക്കും ഒരു സ്പോർട്സ് സ്കൂളിൽ സെലക്ട് ആയെന്ന് പറയാൻ പറ്റൂ. ഈ ക്യാമ്പാണ് നമ്മളുടെ ബേസ് എന്ന് പറഞ്ഞാൽ. അതിന് മുന്നുള്ള സെലക്ഷൻ ട്രയൽസ് എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലകളിൽ നിന്ന് നമ്മൾ ഇത്ര കുട്ടികളെ സെലക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓൾ കേരള നടത്തുന്ന ക്യാമ്പിലാണ് നമ്മൾ ഈ 4 ദിവസം അല്ലെങ്കിൽ 1 വീക്കിലേക്ക് പോകുന്നത്. അത്ര കേരള ഫുള്ള് ഓരോ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളിൽ നിന്നുള്ള ക്യാമ്പിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്ന ഒരു 2 അല്ലെങ്കിൽ 4 പേർക്ക് മാത്രമേ സ്പോർട്സ് സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. സോ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ക്യാമ്പിലേക്ക് കോൾ വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സ്പോർട്സ് സ്കൂളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സെലക്ഷൻ കിട്ടിയെന്നല്ല. പിന്നെ സ്പോർട്സ് സ്കൂളിൽ സെലക്ഷൻ കിട്ടിയാൽ എപ്പോഴൊക്കെയാണ് ലീവ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലായിട്ടൊരു ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന ലീവിന്റെ പകുതി പോലും ഒരു സ്പോർട്സ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടൂല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ 10 ദിവസം ലീവ് അടുപ്പിച്ച് വരുമ്പോൾ ഈ 10 ദിവസം ലീവ് നമ്മൾ എടുത്താൽ തന്നെ അത്രയും നാൾ നമ്മൾ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഫീസ് നമ്മുടെ അടുത്തൊന്നും ഇല്ലാണ്ടായി പോവാ. പിന്നെ നമ്മൾ ആ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ ഒന്നേന്ന് കണ്ടീഷൻഡ് ആയിട്ട് വരണം. മെയിൻ ആയിട്ട് ലീവ് കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ഇൻ ബിറ്റ്വീൻ വീക്കെൻഡ് ഓഫ് ഒന്നും കിട്ടാറില്ല. അതിനൊന്നും നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അതും ഞാനെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സ്ഥലം കൊല്ലാണ്. ഞാൻ സ്പോർട്സ് ചെയ്തിരുന്നത് അങ്ങ് കണ്ണൂരാണ്. കണ്ണൂർ സ്പോർട്സ് സ്കൂളാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വീക്കെൻഡ്സിലൊന്നും വീട്ടിൽ വരെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അവിടെയുള്ള കുട്ടികൾക്കാണെങ്കിലും പറ്റില്ല. കാരണം നമുക്ക് തിങ്കൾ തൊട്ട് ശനി വരെ വർക്ക്ഔട്ട് ഉണ്ട്. സൺഡേ മാത്രമാണ് റെസ്റ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഓണത്തിനൊക്കെ ലീവ് കിട്ടിയാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കിട്ടുമെന്ന്. കാരണം ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷനോ ഇവന്റ്സ് ചാമ്പ്യൻഷിപ്പോ എല്ലാം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കോച്ചസ് നമുക്ക് ലീവ് തരില്ല. നമ്മുടെ കോച്ചസ് ആണ് തീരുമാനിക്കുന്നത് നമുക്ക് ലീവ് തരണോ വേണ്ടേ എന്നുള്ളത്. ഇൻ കേസ് ലീവ് കിട്ടിയാൽ തന്നെ എന്നെ പോലെ ലോങ് ഡിസ്റ്റൻസ് ഉള്ളവരാണ്. ഇപ്പോൾ എനിക്ക് കൊല്ലത്തുനിന്ന് കണ്ണൂർ വരെ പോകണമെങ്കിൽ വേണം ഒരു ദിവസം, വരാൻ വേണം ഒരു ദിവസം. അപ്പൊ 10 ദിവസം ലീവ് കിട്ടിയാൽ നമുക്കറിയാലോ, നമുക്കിപ്പോൾ ഒരു ഓണത്തിന് 10 ദിവസം ലീവ് കിട്ടിയാൽ ആക്ച്വലി 10ാം ദിവസം ക്ലാസ് തുടങ്ങും. അതായത് 9 ദിവസം നമുക്ക് ലീവ് ഉള്ളൂ. അതിൽ എനിക്ക് പോകാനും വരാനും 2 ദിവസം വേണം. പിന്നെ എല്ലാം കട്ട് ചെയ്ത് തരുമ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു 6 ദിവസം എനിക്ക് വീട്ടിൽ നിൽക്കാൻ കിട്ടിയാൽ കിട്ടി. അതിൽ ആദ്യത്തെ 2 ദിവസം വീട്ടിലൊന്ന് സമാധാനമായിട്ട് ഇരിക്കും. പിന്നെയുള്ള 4 ദിവസം അയ്യോ നാളെ പോകണമല്ലോ മറ്റന്നാൾ പോകണമല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചായിരിക്കും വീട്ടിൽ തന്നെ നിൽക്കുന്നത്. എന്നെ പോലെ ഹോം സിക്നെസ് നന്നായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര പാടായിരിക്കും കേട്ടോ. അതോ വീട്ടിലൊക്കെ ഒന്ന് വന്നിട്ട് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്. ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തതിൽ എനിക്ക് ഒട്ടും പറ്റാണ്ടിരുന്ന ഒരു കാര്യം, എൻ്റെ സ്പോർട്സ് സ്കൂൾ ലൈഫിൽ എനിക്ക് ഒട്ടും പറ്റാണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അവിടുത്തെ ഫോൺ വിളിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ കണ്ണൂർ സ്പോർട്സ് സ്കൂളിലായിരുന്നു. അവിടെ ഇപ്പം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പം അവിടുത്തെ കറണ്ട് അപ്ഡേറ്റ്സ് ഒന്നും എനിക്കറിയില്ല. ഞാനുള്ള സമയത്ത്
ആഴ്ചയിൽ ഒരു ദിവസം 5 മിനിറ്റ് ആയിരുന്നു വീട്ടിൽ വിളിക്കാൻ പറ്റുന്നത്. ഒരു ദിവസം 5 മിനിറ്റ്. എനിക്കൊക്കെ ആണെങ്കിൽ ഒരു ദിവസം എൻ്റെ അമ്മയുടെ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. അങ്ങനെയുള്ള ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം 5 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ നല്ല ക്യൂ ഉണ്ടാവും, വിളിക്കാൻ അത്ര കുട്ടികളുണ്ടാവും. അപ്പോൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വിളിക്കുമ്പോൾ വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സമയം അവിടെ പോയി. പിന്നെ നമുക്ക് ഫോൺ കിട്ടില്ല, 2-3 മിനിറ്റ് തികച്ച് കിട്ടിയാൽ കിട്ടി. കാരണം ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ വിളിക്കണം എന്നൊക്കെ ഉണ്ട്. ആ സമയം കഴിഞ്ഞ് ചെന്നാൽ പിന്നെ നമുക്ക് ഫോണേ ഇല്ല, കിട്ടൂല. അപ്പൊ 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ ഫോൺ എടുത്ത് ഹായ് അമ്മ എന്തെടുക്കുക, കഴിച്ചോ കുളിച്ചോ കിടന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ സമയം കഴിഞ്ഞു. അപ്പൊ തന്നെ താ കഴിഞ്ഞ് സമയം കഴിഞ്ഞ് ഫോൺ താ പറയും. ഇതാണ് അവസ്ഥ. അപ്പൊ ഹോം സിക്നെസ് ഉള്ളവർക്കൊക്കെ അവിടെ പോയി നിൽക്കുക കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വീട്ടുകാരെ നന്നായിട്ട് മിസ് ചെയ്യുന്ന, വീട്ടിൽ വിളിക്കാണ്ടിരിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ നല്ല പാടായിരിക്കും കേട്ടോ. പിന്നെ ഒരുപാട് പേരെന്റെ വീടിന്റെ ഇടയിൽ കമന്റ് ഇട്ടത് സ്പോർട്സ് സ്കൂൾ സെലക്ഷൻ എപ്പോഴാണ് ഉണ്ടാവുക, എങ്ങനെ അറിയാമെന്നായിരുന്നു. അന്ന് ഞാനൊക്കെ നോക്കിയത് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടായിരുന്നു അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആൾക്കാരോട് പറഞ്ഞത് ന്യൂസ് പേപ്പർ നോക്കാനായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്പോർട്സ് കേരളന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഇൻസ്റ്റഗ്രാം പേജിൽ അവർ കറണ്ട് അപ്ഡേറ്റ്സ് എല്ലാം ഇടുന്നുണ്ട്. സെലക്ഷൻ ട്രയൽസിന്റെ എല്ലാം അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട്. 2026 സെലക്ഷൻ ട്രയൽസ് എല്ലാം ഒട്ടുമിക്ക കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം February 1 to 15 ഇൻ ബിറ്റ്വീൻ എല്ലാം തീരേണ്ടതാണ്. സോ അതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ വീഡിയോന്റെ അടിയിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹൗ ടു കോൺടാക്ട് യു എന്ന് പറഞ്ഞിട്ട്. സോറി, ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. കമന്റ് ആയിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ ഓരോരോ വീഡിയോസ് ആയിട്ട് ഇടുന്നതായിരിക്കും. എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ആ സ്പോർട്സ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു 3 വർഷത്തോളമായി. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആ ഒരു ഫീൽഡിൽ വലിയ ബന്ധമില്ല. എന്നാലും ഞാൻ ഒറ്റ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നു. അപ്പോൾ ഈ കമന്റ്സ് എല്ലാം കണ്ടിട്ടും പിന്നെ ഒരു വീഡിയോ ഇടാണ്ട് അത് ഇഗ്നോർ ചെയ്ത് പോകാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് ഞാൻ സ്പോർട്സ് നിർത്തിയതിൻ്റെ റീസൺ എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ റീസൺ ഞാൻ ഉറപ്പായിട്ട് വേറൊരു വീഡിയോ ഇട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.